ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിത് ഇവിടെ ഇപ്പോൾ ബാലിയിൽ ഇന്ന് സ്പാ ഡേ ആണ്. പൊതുവേ ഞാൻ സ്പായ്ക്കൊന്നും അങ്ങനെ പോകുന്ന ആളൊന്നുമല്ല. അമ്മയും അമ്മുവും അവരാണ് കുറച്ച് കൂടുതൽ സ്പായ്ക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളവർ. ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു സ്പാ. അല്ല, ഞാൻ സ്പാ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഒരിടത്ത് പോലും സ്പാ ചെയ്യാറില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഓവറായിട്ട് ഈ മസാജിങ് സാധനങ്ങളൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട്. ദെയർസ് എ ലോട്ട് ഓഫ് മങ്കീസ് റോമിങ് അറൗണ്ട് ഹിയർ. അപ്പോൾ അമ്മും അമ്മയൊക്കെ ബാക്കി വരുന്നതേ ഉള്ളൂ, അത് ദൂരെ നിന്ന് വരുന്നതേ ഉള്ളൂ. ഞാനും അശ്വിനും അച്ഛനാണ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ബേസിക്കലി സ്പായും പിന്നെ നമ്മുടെ ഷോപ്പിങ്ങും അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ 4 മണിക്കുള്ളിൽ തിരിച്ചങ്ങ് വില്ലയിൽ പോകാനുള്ളൊരു പ്ലാനാണ്. കാരണം ഇന്നും കൂടി നമ്മൾ ആ വില്ലയിലുള്ളൂ. സോ അത് മാക്സിമം ഇന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ്. സോ അപ്പോൾ നമുക്കിനി സ്പായിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിഫുൾ വാക്ക് വേ ആണത്. എൻ്റെ അമ്മോ, പിന്നല്ലാണ്ട് Swastiastu. It's a 90 minutes spa ആണ്. Banget. No touch എന്താ നമുക്ക് you have any energy stories? How do you not know for me? ബോഡിയിൽ അലർജി ഒന്നും വരില്ല. സോ We'll know today. We'll let you know soon. We have sensitive skin. Are you pregnant? I don't think Are you pregnant? I am not sure. I don't know. Are you pregnant? I am not, but the cats in my house are. Are you pregnant? ഹൗസിന്റെ കൈഫുള്ളതിന്റെ ഫ്രണ്ടിലായിരുന്നു. Are you pregnant? Are you pregnant? Sensitive skin. Yes. They have this cat. Are you pregnant? എനിക്ക് ഭയങ്കര sensitive. Are you pregnant? Almost. Question. I was always, Pregnant. I used to be. Okay. All the time. Yeah. And now Now I'm free. you're free. Hansika, എല്ലാരോടും ചോദിക്കുന്നുണ്ട്, are you pregnant? Is she pregnant? No. And do you have sensitive skin? In the face, yeah. ഇവിടെ സ്മെൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അശ്വിനും ഫ്ലോറ ചൂസ് ചെയ്തു. അച്ഛനും അമ്മയ്ക്കും എനിക്കും അശ്വിനും കപ്പിൾ തെറപ്പിയാണ്, ബാക്കി എല്ലാവർക്കും സിംഗിൾ. And then Miss Hannah, for the oil, which Geranium. Do you have any particular goals in mind? അപ്പോൾ അച്ഛനെ അമ്മേനെ എന്നെ അശ്വിനെയാണ് അവർ ആദ്യം ഒരു സൈഡിലോട്ട് വിളിച്ചത്. ഐ തിങ്ക് കപ്പിൾസിന് ഡിഫറെൻ്റ് ആണ്. This is for one couple. Yeah, all right. Okay. ഇതിന്റെ വള്ളി എവിടെ? ഇതും അപ്പുറത്തെ സൈഡും രണ്ടുപേരും നല്ല ജോസ് പ്രകാശിന്റെ കോട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. So are you excited for the spa? Yeah. And couple spa? Yeah. പുറത്തെ ചേച്ചിയെ പോയി വിളിച്ചിട്ട് അപ്പോൾ Yeah, it's fine. തൻ്റെ ചേച്ചി ഇഷ്ടപ്പെട്ടോ? തൻ്റെ ചേച്ചി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കല്ലുപ്പ്. Okay. Nice smell. stay in Ubud. Yeah. How long you stay in Bali? 5 days. 5 days only. How many days still left? 5 more days left. Oh, so this is first day? No, 5 more days left. We came 2 days back. Total 7 days in Bali. 7 days. Yes. ചെരുപ്പിട്ട് തന്നെ ഇഷ്ടപ്പെട്ടോ അശ്വിന്?
Excuse me. Later I'm gonna massage your head, Okay. face. You can do everything. He doesn't have any restrictions. Okay. Foot wash is finished. Okay. So now move to ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പാ സെഷൻ കഴിഞ്ഞു. എൻ്റെ 26 വർഷം ഞാൻ ഓടിയതിന് വേണ്ടിയിട്ട് ചെയ്തു തന്നൊരു മസാജ് പോലും ഉണ്ടായിരുന്നു. ഞാൻ മൈ ഹോൾ ബോഡി വാസ് റിലാക്സ്ഡ് ആൻഡ് ഐ ടുക്ക് എ ഹോട്ട് വാട്ടർ ഷവർ ഓൾസോ. അതുകൂടെ ആയപ്പോൾ ഐ ഫീൽ സോ ഗുഡ്. അവിടെ ഒരാൾ ഇറങ്ങി വരുന്നതേ ഉള്ളൂ ഷവറിന്ന്. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി. അശ്വിൻ, കം, ഹൗ ഇസ് ഇറ്റ്? സ്വർഗം എവിടെയുണ്ട്? അത് ഇവിടെയുണ്ട്. ഓ, അപ്പോൾ എൻ്റെ അടുത്തല്ലായിരുന്നു. ഇവിടെ നീ ഉണ്ടല്ലോ. ഹൗ ഡിഡ് യു ഫീൽ? മാജിക് ആവും. മാജിക്കൽ. അയ്യോ, രക്ഷയില്ല. എനിക്ക് ഇനി ഉറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ റിവർ റാഫ്റ്റിംഗ്? റിവർ റാഫ്റ്റിംഗാ? ഒന്ന് പോയി കളയാം. ഓക്കെ, സോ ഗെറ്റ് റെസ്റ്റ് ഫാസ്റ്റ്, ലെറ്റ്സ് ഗോ ഔട്ട്. നമുക്കിതിന് ശേഷം ഷോപ്പിംഗ് ആണ്. ഐ തിങ്ക് ലഞ്ച് ഫസ്റ്റ് ആൻഡ് ദെൻ ഷോപ്പിംഗ്. ഐ തിങ്ക് ബിക്കോസ് ഓൾറെഡി 1:30. സോ ഫസ്റ്റ് ലഞ്ച്, ദെൻ ഷോപ്പിംഗ്, ആൻഡ് ഇഫ് വി ഹാവ് ടൈം മേ ബി റിവർ റാഫ്റ്റിംഗ് ഓൾസോ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് അപ്പം പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കാണിച്ച് പോവാം. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഐ റിയലി എൻജോയ് ദ സ്പാ. താങ്ക് യു, ബൈ ബൈ ബൈ. ഏറ്റവും പ്രധാന പ്രശ്നം അതല്ല, 1 കിലോമീറ്റർ നടക്കണം. വാട്ട്സ് യുവർ ഓണസ്റ്റ് റിവ്യൂ? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആവശ്യമുള്ളത് കിട്ടി. ഹെഡ് മസാജ് ഒക്കെ എല്ലാ എനിക്ക് സ്പായിലും കിട്ടും. എനിക്ക് ഉള്ളംകാലും കൈയും കാലും ബാക്കും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പെയിൻ എടുത്തു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ എൻജോയ് ചെയ്തു. എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഓസിയോട് പല പ്രാവശ്യം പറയാം എനിക്ക് ചെയ്തു തരണം. പിന്നെ ഞാൻ ഇവിടെയാണല്ലോ വർക്ക് ചെയ്യണത്. എനിക്ക് ഇന്ന് കിട്ടി. ഹൻസു, ഹൗ വാസ് ഇറ്റ്? It was nice. എൻ്റെ ഒരു ആഗ്രഹം ഇവിടുത്തെ ഒരു കുരങ്ങൻ വന്ന് അന്നയുടെ തലയിൽ കയറിയിരിക്കണം. എന്റെ ഒരു ആഗ്രഹം ആ കുരങ്ങ് വന്നിട്ട് ഇങ്ങനെ ചവിട്ടി വേണ്ട. തറയിടണം. വേണ്ട, no. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? I enjoyed. ഉറങ്ങിപ്പോയോ? Yeah. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങി, അശ്വിൻ ഉറങ്ങി. എനിക്ക് ആ കണ്ണിൽ ആ ബ്ലൈൻഡ് സാധനം വെച്ചപ്പോൾ ഞാൻ സ്വർഗം കണ്ടു. ഞാൻ പക്ഷെ ആ ആള് നിന്നെ ഇപ്പൊ ചൂലൊക്കെ വെച്ച് അടിക്കും ഇവിടുന്ന്. നീ ഫ്രണ്ടിൽ മാത്രം ഇച്ചിരി എണ്ണ പുരട്ടിയിട്ടത് ഞാൻ എണ്ണ പൊട്ടിയിട്ടില്ല. അതിന് കേളി ചെയ്ത് അപ്പൊ ഫ്രിഡ്ജി ലുക്ക് ആവാതിരിക്കുക കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹെയർ അമ്മ ഫ്രണ്ടിൽ മാത്രം എണ്ണ പുരട്ടി വെച്ചേക്കുന്നു. ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഫുള്ള് വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിവിടെ ഫസ്റ്റ് ഒന്ന് കഴിക്കാൻ കയറും, എന്നിട്ട് ATM പോകണം. എന്നാലേ കുറച്ച് ക്യാഷ് എടുത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റും. ഇവിടെ മെയിൻ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഉഗ്രം കളർ. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ഇവിടെ ഉള്ളൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ. ഇതേ പിക്കപ്പ് പോയിന്റ് ഇവിടെയാണ്. അമ്മയും കുറച്ചുകൂടെ ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്ക് പോയി എന്ന് തോന്നുന്നു. എനിക്ക് ഫുഡ് മതി, ആംബിയൻസ് വേണ്ട. ഷാനി, ഫുഡ് നല്ലത് മതിയല്ലേ? ഫുഡ് മതി. എനിക്ക് ഭയങ്കര വിശപ്പുണ്ടോ? ബോൺ ഹംഗ്രി. അച്ഛന് വിശപ്പുണ്ടോ? ഒരു 5-6 കസ്റ്റമൈസേഷൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർ മിൽക്ക് എത്തി. 5-6 ആദ്യത്തെ കൂടെ കൗണ്ട് ചെയ്ത് 5-6. എങ്ങനെയുണ്ട്? ഗുഡ്. ഉപ്പ് വേണോ? ഹൻസ് കട്രേ. റൊട്ടി വന്നു. അച്ഛൻ്റെ റൈസ് കറക്റ്റ് ആയിരിക്കും ഷാനി. തട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അശ്വിൻ ഇങ്ങോട്ട് തരുമോ സാലഡ്? Dal here. Yeah. Thank you. I'm waiting for my fish tikka to come. Yeah, fish.
മാഹി മാഹി. രണ്ടാമത്തെ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കുന്നു. അത്ര ഇഷ്ടപ്പെട്ടല്ലേ? മനസ്സ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണമാണ്. ഒന്നാമത്തെ കാര്യം വൃത്തിയുള്ള ഫുഡ്, നല്ല ടേസ്റ്റി ഭക്ഷണം, എളുപ്പം തന്നു അല്ലേ? പെട്ടെന്ന് തന്നു എല്ലാം. അത് ഫിഷ് അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടും പക്ഷെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു. എന്താടോ വാട്ട്സ് വിത്ത് എക്സ്പ്രഷൻ? ഇങ്ങനെ ചെയ്യലോ. ഇവിടുത്തെ ഒരു ഫേമസ് ഒരു പാലസിൽ വന്നു നമ്മൾ. ഉബുദ് പാലസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. നേരെ അപ്പുറത്ത് നോക്കണോ, ഫുൾ ഷോപ്പിംഗ് ആണ് മുകളിൽ മൊത്തം. ലണ്ടൻ സ്ട്രീറ്റ് ആക്കി കളഞ്ഞാള്. അടിപൊളി. എത്ര നേരമായിട്ട് നിൽക്കുമായിരിക്കും. ചൂടല്ലേ പാവം. ഇങ്ങനെ കയറ്റി വെക്കാം. അശ്വിൻ ഇവിടെ നിന്ന് ബാർഗെയിനൊക്കെ ചെയ്ത് മേടിച്ചു തരുന്നുണ്ട്. ആ ഡ്രസ്സ് 600 total? Oh, 630. That's already last price. Can you give for 600? 630? Can you give for 600 please? 620 or 620? 600 please. Yeah. Thank you. Bargain. No, I have a bad bargain. This is very cheap. ഇവിടെ അടുത്ത ബാർഗെയിൻ നടക്കുകയാണ്. ഇവിടെ വന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ മാമന്മാരെ എന്നെ പിടിച്ച് ഇവിടുത്തെ ഒരാളാക്കി എൻ്റെ അടുത്ത് നിന്നിട്ട് റേറ്റ് ഒക്കെ ചോദിച്ചു ഹൗ മച്ച് എന്ന്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് താഴെ നോക്കിയിട്ട് ഐ ഡോണ്ട് വർക്ക് ഹിയർ എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം ഓടി. ഹൻസിക്ക് ഒരു ലോട്ടസ് കഫേ എന്ന് പറഞ്ഞ കഫേയിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ അമ്മയും ഓൾറെഡി അവിടെ പോയി. അപ്പോൾ ഹൻസൊക്കെ കുറേ നേരം പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഞാനും അച്ഛനും കൂടെ അവൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഇവിടെ ഉണ്ട് സ്റ്റാർബക്സിൽ കയറി ഇരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഓൺ ദ വേ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ കറങ്ങി ഞാനിവിടെ സ്റ്റാർബക്സിൽ എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് ലോട്ടസ് കഫേ. അവിടെ അശ്വിനും ഹൻസിക്കയും ഫോട്ടോ എടുക്കാൻ പോയി. എനിക്ക് ഒട്ടും തൊണ്ട വേത്തോടെ ഞാൻ ഇവിടെ കയറിയിരുന്നു. അച്ഛൻ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു സ്റ്റാർബക്സിൽ. അച്ഛൻ കോഫി കുടിക്കായിരുന്നു. അച്ഛനും അവിടെ ഏതോ ഒരു കസേരയിൽ പോയിരുന്നപ്പോൾ അച്ഛനെ 1-2 പേര് നോക്കിയായിരുന്നു ഷർട്ടിൻ്റെ വില ചോദിക്കാൻ. അപ്പോൾ അതൊക്കെ അച്ഛനോട് എണീച്ച് നടന്നു തുടങ്ങി. കാരണം അച്ഛനും ഇനി ഇവിടുത്തെ ഒരു വൈബായിപ്പോയി. മൊത്തത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. മൊത്തത്തിൽ നമ്മളോട് 2 പേരോടാണ് ചോദിക്കാൻ വന്നത്. ഓക്കെ. അപ്പോൾ എനിവേസ് അമ്മയൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരുമോ, നമ്മൾ അവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകുന്ന അറിയില്ല. ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുവാണ്. ഹൻസിക്കയും അശ്വിനും അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിൽ കൂടെ നടക്കുന്നത് കണ്ടു. പിന്നെ അവരെങ്ങോട്ട് പോയി അറിഞ്ഞൂടാ. അവരെയും പോയി ഒന്ന് പൊക്കണം. എന്നിട്ട് കാർ എടുക്കുന്നു പോകുന്നു. കാരണം നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. അവിടെ പോയി ഇന്ന് ലാസ്റ്റ് ഡേ വില്ലയിലാണ് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ ലേറ്റായി. ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ് ബാക്ക്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അധികം ടൈം എടുക്കില്ല അവിടെ എത്താൻ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ എത്തിയതിന് ശേഷം കാണാം. അങ്ങനെ നമ്മളിതേ ലോട്ടസ് കഫേയിലെത്തി. സച്ച് എ ബ്യൂട്ടിഫുൾ കഫേ. ഹൻസിക അശ്വ നല്ല ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. ലോട്ടസ്, ഇത് ലോട്ടസ് സീഡ്. ഇത് ലോട്ടസ് സീഡ് അല്ല, ഇത് ലോട്ടസ് സീഡാണ്. ഇതാണ് മറ്റേ മഖാന ഫ്രൈ. ഓർക്കിഡ്. ഓ സച്ച് എ പ്രിറ്റി പ്ലേസ്. അത് ടെമ്പിളാണ്. അതിനകത്തോട്ട് കയറാൻ സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. അതുവഴി എൻട്രി പാസ് മേടിച്ചിട്ട് അങ്ങ് പോയി ഫോട്ടോ എടുക്കാം. ഇതൊരു കോസ്റ്റ്യൂം ഉണ്ട് അവർ കൊടുക്കുന്നത്. അത് വിട്ടാണ് പോകേണ്ടത്. ഒരു പൂവിൻ്റെ പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഡ്രൈ ആക്കി മെമ്മറൈസ് ചെയ്യാനാണ്. ഇവർ ഈവനിങ് ആകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രെയർ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരുവിധ എല്ലാ കടകളുടെ വെളിയിലും അത് കണ്ടു. ഇതേ അവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട്. എല്ലാ കടകളുടെ വെളിയിൽ നമ്മളത് കണ്ടു. ഇവരുടെ ഒരു കൾച്ചറാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൾച്ചർ.
ഇവിടെയൊക്കെ കുറച്ചുകൂടെ വലുതായിട്ടാണ് വെച്ചേക്കുന്നത്. നേരെ അപ്പുറത്തും ഉണ്ട്, അത്യാവശ്യം വലുതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. എന്നെ കിട്ടുന്നുണ്ട്. നിന്നെയോ? ആ കിട്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ആൾക്കാര് അതെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര രസമാട്ടോ. നമ്മളവിടെ ഭസ്മവും ഇതും തൊടുന്ന പോലെ ഇവര് അരി എടുത്ത് രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഈ അരി എന്തിനാണ് നെറ്റി വെക്കണം എന്ന് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അവർ രാവിലെ പൂജ ചെയ്ത് കഴിയുന്ന അരി അതിൻ്റെ ബാക്കി കുറച്ച് അവർ നെറ്റിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഇന്നലെ പലയിടത്തും കണ്ടു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം വിശ്വാസമായിരിക്കും. നമ്മൾ ഭസ്മവും കുറിയൊക്കെ ഇടുന്ന പോലെ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇവിടെ ബാക്കി എല്ലാവരും പൂളിലോട്ടൊക്കെ ചാടി. അച്ഛൻ പൂളിൽ ചാടി, വേറെ ആരും ചാടിയോ എന്ന് എനിക്ക് അറിയില്ല. അച്ഛൻ മാത്രമേ ചാടിയിട്ടുള്ളൂ പൂളിൽ. അപ്പോൾ എനിക്ക് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ബ്രെഡും ടിൻ ട്യൂണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പൂളിലിറങ്ങിയതിന് ശേഷമാണ് ആക്ച്വലി പണി കിട്ടിയത്. ക്ലോറിൻ പോയി അകത്ത്. അതിന് ശേഷമാണ് ത്രോട്ട് കംപ്ലീറ്റ് അടിച്ചു പോയി. കോൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കോൾഡാണ് ഏറ്റവും ഈസിലി പിടിക്കുന്ന അസുഖം. അമ്മ അതേ അവിടെ നിൽക്കുന്നുണ്ട് കിച്ചൻ്റെ അവിടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മുടെ ഈ ഒരു ദിവസവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. റിവർ റാഫ്റ്റിംഗൊന്നും പോകാൻ പറ്റില്ല, കാരണം 4 മണി വരെ ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നിയായിരുന്നു നമുക്കിത് പോകാൻ പറ്റില്ല എന്നുള്ളത്. ബിക്കോസ് നമുക്ക് ഒട്ടും ടൈം ഇല്ലായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് ട്രാഫിക്കും കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ഇപ്പോൾ ഭയങ്കര ലേറ്റായിപ്പോയി. സോ നിങ്ങളിലൊക്കെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ.